ഹൊക്മ ജീവൻ നൽകും വചനം. ഹൊക്മ ഹൊക്മ ജ്ഞാനം നൽകും വചനം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആകാശത്തിൻ്റെയും ഭൂമിയും എന്ന് പറയുന്ന രണ്ട് ധ്രുവങ്ങളാണ്. ആ ധ്രുവങ്ങൾക്കിടയിലുള്ള എല്ലാറ്റിനെയും ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഭൂമി രൂപരഹിതമാകുന്നതിൻ്റെ കാരണം എന്താണ്? വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വചനഭാഗത്തെ ധ്യാനപൂർവ്വം വായിച്ചാൽ മതിയാകും. ഹൊക്മ ജീവൻ നൽകും വചനം. ഹൊക്മ ഹൊക്മ ജ്ഞാനം നൽകും വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവിചിന്തനത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവാത്മാവിൻ്റെ സാന്നിധ്യം ഓരോ സമയങ്ങളിലും നമ്മൾ വർഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവവചനം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ എന്ന് പറയുന്നത് നിഗൂഢമാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ദിവ്യരഹസ്യമാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. രക്ഷാകര രഹസ്യത്തെ നമ്മൾ എടുക്കുകയാണ്. ഈ രക്ഷാകര രഹസ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് സാധിക്കാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളെ ദൈവാത്മാവാണ് മനസ്സിലാക്കി തരുന്നത്. ആ പരിശുദ്ധ റൂഹായുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് രക്ഷാകര രഹസ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ഓരോ അധ്യായങ്ങളും പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും ഇത് എങ്ങനെയാണ് ഇതൊരു ദൈവശാസ്ത്ര പുസ്തകത്തിൻ്റെ, വിശുദ്ധ ഗ്രന്ഥമാകുന്ന ദൈവശാസ്ത്ര പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ കാണുക. അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുക. ഇതെങ്ങനെയാണ് ദൈവശാസ്ത്ര പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് കാണുക? യഥാർത്ഥത്തിൽ നമ്മൾ വായിക്കുന്ന ഒന്നാമത്തെ വാചനഭാഗം ഇങ്ങനെയാണല്ലോ: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതാണ് ഒന്നാമത്തെ വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? ആദിയിൽ ദൈവം നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ആകാശം സൃഷ്ടിച്ചു, ഭൂമി സൃഷ്ടിച്ചു, വേറെ ഒന്നുമില്ല, അതിൻ്റെ ഇടയ്ക്ക് ശൂന്യമായിട്ട് കിടക്കുക, അങ്ങനെയാണോ? അല്ല. ഹെബ്രായ ശൈലിയാണിത്. മെറീസ്മോ എന്നാണ് ഇതിന് പറയുന്ന പേര്, മെറീസ്മോ. ആ ശൈലി ഇപ്രകാരമാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആകാശത്തിൻ്റെയും ഭൂമിയും എന്ന് പറയുന്ന രണ്ട് ധ്രുവങ്ങളാണ്. ആ ധ്രുവങ്ങൾക്കിടയിലുള്ള എല്ലാറ്റിനെയും ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതിൽ ആകാശത്തിലെ പറവകളുണ്ട്, ആഴിയിലെ മത്സ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഭൂമിയിൽ ചരിക്കുന്ന ജീവജാലങ്ങളുണ്ട്, മനുഷ്യനുണ്ട്, എല്ലാം. അതുകൊണ്ട് ആദ്യത്തെ ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, അതിഭയങ്കരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. രണ്ടാമത്തെ വാക്യം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടിപ്പം എന്തൊക്കെ സംഭവിച്ചു? ഈ ഭൂമിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും ലോകത്തിലുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? കുറച്ച് കഴിഞ്ഞപ്പോൾ ഭൂമി രൂപരഹിതമായി. ആ രൂപരഹിതമാകുന്ന ഭൂമി എങ്ങനെ ആയി? ആഴത്തിനു മീതെ അന്ധകാരം വ്യാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമി രൂപരഹിതമാകുന്നതിൻ്റെ കാരണം എന്താണ്? അന്ധകാരം ഈ ലോകത്തെ ബാധിച്ചതുകൊണ്ടാണ് ഭൂമി രൂപരഹിതമായത്. എന്നാൽ അടുത്ത ലൈനാണ് പ്രധാനപ്പെട്ടത്. എന്നാൽ ദൈവത്തിൻ്റെ ചൈതന്യം ജലത്തിനു മീതെ ചരിച്ചു. ദൈവത്തിൻ്റെ ചൈതന്യം ഈ രൂപരഹിതമായ ഭൂമിയുടെ മേലും അതിലുള്ള ജലത്തിൻ്റെ മേലും ചരിച്ചുകൊണ്ട് ഇതിനെ വിശുദ്ധമാക്കിയെടുത്തു. അങ്ങനെ വിശുദ്ധമാക്കിയെടുത്ത ഒരു ഭൂമിയാണ് ദൈവമായ കർത്താവ് പറയുന്നത് ഉണ്ടാകട്ടെ. അതാണ് പ്രധാനമായിട്ടും ഒന്നാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. ഉണ്ടാകട്ടെ, ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. അങ്ങനെ ഓരോ ഭൂമിയിലുള്ള ജീവജാലങ്ങളെല്ലാം കടന്നു വരികയാണ് ചെയ്തത്. അത് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്?
ഇതൊരു തിയോളജിക്കൽ ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ എങ്ങനെ ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു ആകത്തുകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വചനഭാഗത്തെ ധ്യാനപൂർവ്വം വായിച്ചാൽ മതിയാകും. അതിപ്രകാരമാണ്. എന്താണ് ഇസ്രായേൽ ജനം പറയുന്നത്? ഈ സൃഷ്ടിയിലൂടെ ആരെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഇസ്രായേൽ ജനം അവരുടെ പുസ്തകത്തിൽ, അവരുടെ വിശ്വാസത്തിൻ്റെ രഹസ്യത്തിൽ അവരോട് പറയുന്നത് ഇപ്രകാരമാണ്: ദൈവം ഞങ്ങളാകുന്ന വ്യക്തികളെ, ഭൂമിയെ സൃഷ്ടിച്ചു. ഞാൻ ഉൾപ്പെടുന്ന ഈ ഭൂമിയെ സൃഷ്ടിച്ചു, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു. എന്നെ എവിടെ കൊണ്ടാക്കി? ഈ ഭൂമിയിൽ എനിക്ക് ജീവൻ നൽകി. പക്ഷേ ഇനി നോക്കിക്കേ, വാഗ്ദാന ദേശമാകുന്ന ഒരു ഭൂമിയിൽ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ നട്ടുപിടിപ്പിച്ചു. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 17-ാം വാക്യം ആദിമസഭയുടെ അല്ലെങ്കിൽ ആദിമ ഇസ്രായേൽ ജനതയുടെ വിശ്വാസത്തിൻ്റെ കീർത്തനത്തിൽ പറയുന്ന ഇപ്രകാരമാണ്. പുറപ്പാട് 15-17. ദൈവമായ കർത്താവേ, അങ്ങ് ഞങ്ങളെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ, അങ്ങയുടെ നാമം പേറുന്ന സ്ഥലത്ത്, അങ്ങ് സ്ഥാപിച്ച സ്ഥലത്ത് ഞങ്ങളെ നട്ടുപിടിപ്പിക്കും. അവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുക. അതാണ് ഒരു ഇസ്രായേൽക്കാരൻ്റെ, ഒരു ജനതയുടെ, ഒരു വിശ്വാസിയുടെ ആകാശവും ഭൂമിയും. നമ്മുടെയൊക്കെ ആകാശവും ഭൂമിയും ഏതാ അല്ലേ? ആ മുകളിൽ ആകാശവും താഴെ ഭൂമി എന്ന് പറഞ്ഞ പോലെ നമ്മളായിരിക്കുന്ന അവസ്ഥയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്. എന്നാൽ ഈ നട്ടുപിടിപ്പിച്ച സ്ഥലത്ത് ദൈവം കൊണ്ടുവന്ന് ഞങ്ങളെ നട്ടുപിടിപ്പിച്ച് അവിടെ കൊടുത്തിരിക്കുന്ന ആരാ സൃഷ്ടിച്ചത്? ദൈവമായ കർത്താവ് സൃഷ്ടിച്ചു. ദൈവം ബറഷീത്ത് ബറ എലോഹിം എന്ന് പറഞ്ഞ ദൈവമാണ് സൃഷ്ടിക്കുന്നത്, വേറെ ആരുമല്ല. ദൈവമാണ് ഈ വാഗ്ദാന ദേശത്ത് സ്വന്തം ജനതയായ ഇസ്രായേലിനെ നട്ടുപിടിപ്പിക്കുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? കുറച്ച് കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ആ ദേശം ശൂന്യമാക്കപ്പെട്ടു. എങ്ങനെയാണ് ശൂന്യമാക്കപ്പെടുന്നത്? അസീറിയൻ വിപ്ലവവും ബാബിലോണിയൻ വിപ്ലവവും വന്നപ്പോൾ ഇസ്രായേൽ ജനം ഇസ്രായേലും ജൂദായും വാഗ്ദാന ദേശത്ത് നിന്ന് നഷ്ടപ്പെടുന്നു. അത് ശൂന്യമായിട്ട് മാറുന്നു. അപ്പോൾ ഇതെന്തിനെ സൂചിപ്പിക്കുക? പ്രവാസകാലത്തെയാണ് സൂചിപ്പിക്കുക. ഹിസ്റ്റോറിക്കലായിട്ടല്ല ഇവിടെ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, തിയോളജിക്കലായിട്ടാണ്. കാരണം ഇവിടെ പറയുന്ന ഈ പ്രവാസകാലത്തിനുള്ള കാരണം എന്താണ്? ഒറ്റ കാരണമേ ഉള്ളൂ: അന്ധകാരം വ്യാപിച്ചിരുന്നു. എന്താ അന്ധകാരം? അന്ധകാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക മനുഷ്യൻ്റെ പാപമാണ്. എപ്പോഴും വിശുദ്ധ ഗ്രന്ഥം പ്രവാസകാലത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കൊടുക്കുന്നത് ഹിസ്റ്റോറിക്കൽ മാനമല്ല, മറിച്ച് തിയോളജിക്കലാണ്. ഞങ്ങളുടെ പാപം മൂലം ദൈവമായ കർത്താവ് ഞങ്ങളെ വാഗ്ദാന ദേശത്തു നിന്ന് പുറത്താക്കി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പുറത്താക്കൽ, വാഗ്ദാന ദേശത്തു നിന്നുള്ള പുറത്താക്കൽ ഇസ്രായേലിൻ്റെ പാപം മൂലമാണ്. അപ്പം രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ. ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിന് ഒരു വാഗ്ദാനത്തിൻ്റെ ദേശം നൽകി, ആ ദേശത്ത് ജനത്തെ നട്ടുപിടിപ്പിച്ചു. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സമൃദ്ധിയും ദൈവമായ കർത്താവ് വിശുദ്ധ നാട്ടിൽ അവർക്ക് കൊടുത്തു. എന്നാൽ ദൈവത്തിൻ്റെ ജനം വാഗ്ദാന ദേശത്ത് നിന്ന് നഷ്ടപ്പെട്ടു. അസീറിയക്കാർ ഇസ്രായേലിനെ കൊണ്ടുപോയി, ബാബിലോൺകാർ ഈ ജൂദായെ കൊണ്ടുപോയി. അങ്ങനെ നഗരം ശൂന്യമായി. അതിൻ്റെ കാരണം മനുഷ്യൻ ചെയ്ത പാപമാണ്. എന്നാൽ അടുത്ത വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ദൈവത്തിൻ്റെ ചൈതന്യം ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം തിരഞ്ഞെടുത്ത ജനത്തെ ഒരിക്കലും കർത്താവ് നഷ്ടപ്പെടുത്തുകയില്ല എന്നുള്ള ആഴമായ ബോധ്യവും വിശ്വാസവും ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന നിമിഷമാണ്. ദൈവത്തിൻ്റെ ചൈതന്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെ ഫോം ചെയ്തു, പുതിയ ഒരു സമൂഹമാക്കി രൂപാന്തരപ്പെടുത്തി തിരികെ വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവർ കാണുന്നതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇതാണ് യഥാർത്ഥത്തിൽ ഒന്നാമത്തെ അധ്യായം സൂചിപ്പിക്കുക.
ഇവിടെ ദൈവത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത് എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 3-ാം വാക്യം, 10-ാം അധ്യായം 3-ാം വാക്യം, 11-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. ഈ 3 തിരുവചന ഭാഗങ്ങളിലും ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ മഹത്വം ദേവാലയം വിട്ട് ബാബിലോൺ എന്ന് പറയുന്ന ദേശത്തേക്ക്, അതായത് ഇസ്രായേൽ ജനം അടിമത്തത്തിലേക്ക് പോയ ദേശത്തേക്ക് പോകുന്നതും, എന്നാൽ എസക്കിയേലിൻ്റെ പുസ്തകം 43-ാം അധ്യായം 3-ാം വാക്യത്തിൽ അതേ മഹത്വം ഇസ്രായേൽ ജനം തിരികെ വന്നപ്പോൾ വാഗ്ദാന ദേശത്തേക്ക് തിരികെ വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ദൈവത്തിൻ്റെ മഹത്വം അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ അർത്ഥം. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ജനത്തോടൊപ്പം യാത്ര ചെയ്തു, അവരെ രൂപപ്പെടുത്തി പുതിയൊരു സമൂഹമാക്കി തിരികെ കൊണ്ടുവന്നപ്പോൾ ഏശയ്യായുടെ പുസ്തകത്തിൻ്റെ 65-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയുന്നു, പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുന്നു, പഴയത് കടന്നുപോയി, കടൽ അപ്രത്യക്ഷമായി. അങ്ങനെ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഇസ്രായേൽ ജനം വരികയാണ്. ആ ഒരു പ്രഭാതമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആ വലിയ പ്രഭാതം. അപ്പോൾ 1-ാമത്തെ വാക്യം തന്നെ ഒരു തിയോളജിക്കൽ ഇൻട്രൊഡക്ഷനാണ് ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന, അല്ലെങ്കിൽ ബൈബിളിൻ്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. അല്ലാതെ നമ്മൾ സാധാരണയായിട്ട് ഒരു ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചല്ല പറയുന്നത്, ലോകത്തിൻ്റെ പ്രതിഭാസങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് അതിലുപരിയായി വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശ്വാസി മനസ്സിലാക്കുന്നത് ലോകത്തിൻ്റെ പ്രതിഭാസത്തെക്കുറിച്ചോ ഉൽപ്പത്തിയെക്കുറിച്ചോ എന്നതിലുപരിയായി ജനതയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു സെൻസാണ് യഥാർത്ഥത്തിൽ ഈ പഠനത്തിലൂടെ നമുക്കുണ്ടാകേണ്ടത്. നമുക്കറിയാം, ഇതിൻ്റെ അകത്ത് ക്രിയേഷനെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ വ്യത്യസ്തമാണ് നമ്മൾക്ക് ക്രിയേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പലപ്പോഴും പലരും ഇതിനെക്കുറിച്ച് കൺഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ക്രിയേഷനെ കുറിച്ച് ഇവിടെ പറയുന്നത്? നമുക്കറിയാം, ക്രിയേഷൻ പരിണാമ സിദ്ധാന്തം, ഡാർവിൻ്റെ വലിയൊരു വലിയൊരു തിയറിയാണ് പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബിഗ് ബാങ് തിയറി, ഒരു കത്തോലിക്ക പുരോഹിതൻ, ജസ്യൂട്ടായ കത്തോലിക്ക പുരോഹിതൻ തന്നെ സ്ഥാപിച്ചെടുത്ത ഒരു തിയറിയാണ് ബിഗ് ബാങ് തിയറി. ഇതൊക്കെ നിലനിൽക്കുമ്പോഴത്തേക്ക് ബിഗ് ബാങ് തിയറിയുടെ നിയമം എന്താ? അതിൻ്റെ അകത്ത് ചില ആറ്റങ്ങൾ ഇങ്ങനെ സംയോജിപ്പിച്ച് അതിനെ വിഘടിച്ച് അങ്ങനെയാണ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്, ലോകം രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. പരിണാമ സിദ്ധാന്തത്തിലൂടെ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് എല്ലാം വന്നിരിക്കുന്നതെല്ലാം അവിടുന്ന്, ആ ആൻസിസ്റ്റേഴ്സിൽ നിന്നൊക്കെ കടന്നു വന്നിരിക്കുന്ന ഒരു സിദ്ധാന്തം. ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങളൊന്നും തന്നെ ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗവുമായിട്ട് ബന്ധമില്ല. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ പറഞ്ഞ വചനഭാഗമാണ്. അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്: സയൻസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, സയൻസിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് പോകണമെന്നില്ല. സയൻസിനെ മനസ്സിലാക്കാൻ, സയൻസിൻ്റെ ഗതികളെ മനസ്സിലാക്കാൻ സയൻസിലേക്ക് പോകണം. വിശുദ്ധ ഗ്രന്ഥത്തെ സയൻസ് കൊണ്ട് അളക്കാൻ പറ്റില്ല, മറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തെ വിശ്വാസം കൊണ്ട് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. ഫെയ്ത്തും റീസണും തമ്മിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സയൻസ് എന്ന് പറയുന്നത് റീസണാണ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ആ റീസണേക്കാട്ട് ഉന്നതി നിൽക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ചിന്തകളെ റീസണിങ് ഉപയോഗിച്ചുകൊണ്ട് നിർത്താം, പക്ഷേ ആ റീസണിങ്ങിനകത്ത് അപ്പുറമാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. പരിണാമ സിദ്ധാന്തത്തിൽ പോലും ഒരു പരിണാമ വസ്തു കാണണം. ആ വസ്തുവിന് അപ്പുറത്തേക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതാണ് വിശ്വാസത്തിൻ്റെ കടന്നുകയറ്റം എന്ന് പറയുന്നത്. റീസണിങ്ങിനെ അല്ലെങ്കിൽ ബുദ്ധിയെ വിശ്വാസം കടന്നു മാത്രമേ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വിചിന്തനങ്ങൾ നമുക്ക് നടത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്, ഈ സൃഷ്ടി എന്ന് പറയുന്നത് ലോകത്തെ സൃഷ്ടിക്കുന്നതിലുപരിയായി
ദൈവം മനുഷ്യനെ കൊടുക്കുന്ന, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയെ രൂപപ്പെടുത്തുന്നതിൻ്റെ ആ വിശ്വാസത്തിൻ്റെ അനുഭവത്തെ ഇസ്രായേൽ ജനം മനസ്സിലാക്കുന്നതിൻ്റെ കാര്യമാണ് ഒന്നാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. ഇതിനകത്ത് ഓരോ സൃഷ്ടികളാണെങ്കിൽ പോലും ഒന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 6 ദിവസം കർത്താവ് സൃഷ്ടിച്ചു, 7-ാമത്തെ ദിവസം കർത്താവ് വിശ്രമിച്ചു എന്നാണ് പറയുന്നത്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? 6, 1, 7. 7 എന്ന് പറയുന്നത് പൂർണ്ണസംഖ്യയാണ്. 7 എന്ന് പറയുന്നത് സാബത്ത് ദിവസമാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനം സാബത്ത് എന്ന് പറയുന്ന ദിവസത്തിൻ്റെ പരിശുദ്ധി കാണിക്കാൻ വേണ്ടിയിട്ട് 7 എന്ന് പറയുന്ന ദിവസത്തെ രൂപപ്പെടുത്തിയതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം 7-ാമത്തെ ദിവസം കർത്താവ് വിശ്രമിച്ചു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നും ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഒരു വലിയൊരു സിമ്പലായിട്ട് നിൽക്കുന്നത് മെനോറയാണ്. മെനോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 വിളക്കുകളുള്ള ലാംപ് സ്റ്റാൻഡ് എന്നാണ് വിശേഷിപ്പിക്കുക. ഈ 7 വിളക്കുകളിൽ ആ 3 3 6 എണ്ണം ഒരേപോലെ ഒരു രീതിയിൽ ഇങ്ങനെ വളഞ്ഞിരിക്കും. നിങ്ങൾക്ക് പടത്തിൽ കാണാൻ പറ്റും. അതിൽ നടുക്കുള്ള 7-ാമത്തെ എണ്ണം അത് ഉയർന്നു നിൽക്കും. ഇത് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ക്രിയേഷനെ സൂചിപ്പിക്കുന്നതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എവിടെ വെച്ച് നടന്നിരിക്കുന്നത്? യഥാർത്ഥത്തിൽ യഹൂദ പണ്ഡിതന്മാർ പറയുന്നത് അത് ജെറുസലേം എന്ന് പറയുന്ന ദേശത്ത് വെച്ചാണ് നടന്നിരിക്കുക. ആ ജെറുസലേം എന്ന് പറയുന്ന പ്രദേശത്തിന് യഹൂദന് കൊടുത്തിരിക്കുന്ന പേരാണ് മോറിയ മല. അബ്രാഹം ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയ അതേ മലയാണ്. അവിടെയുള്ള കല്ലിന്മേലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് യഹൂദ പണ്ഡിതന്മാർ, നമ്മളല്ല, യഹൂദ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ദൈവം മനുഷ്യനെ രൂപപ്പെടുത്തിയതിൻ്റെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. 7 എന്ന് പറയുന്ന സംഖ്യ അത് സാബത്ത് ദിവസത്തെ സൂചിപ്പിക്കുന്നു, സാബത്ത് ആചരണത്തെ സൂചിപ്പിക്കുന്നു. അതിനാൽ 7-ാം ദിവസം കർത്താവ് വിശ്രമിച്ചു എന്ന് പറയുമ്പോൾ അത് സാബത്തിൻ്റെ പ്രത്യേകതയാണ് സൂചിപ്പിക്കുക. സാബത്ത് എപ്പോഴാണ് കടന്നു വന്നിരിക്കുന്നത് എന്ന് അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളിലൂടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനാൽ ഈ 6 ദിവസത്തെ സൃഷ്ടിയുടെ വിവരണം എന്നെടുത്ത് നോക്കിക്കേ, അതിൽ വളരെയധികം മനോഹരമായ ഒരു ദർശനം കാണാൻ സാധിക്കും. 1-ാമത്തെ ദിവസവും 4-ാമത്തെ ദിവസവും 1-ാമത്തെ ദിവസവും 4-ാമത്തെ ദിവസവും ഒന്ന് വായിച്ചു നോക്കുക, നല്ലതാണ്. ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്. 1-ാമത്തെ ദിവസത്തിൽ ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി 1-ാം ദിവസം. അപ്പോൾ വെളിച്ചമുണ്ടാകുകയാണ്. ഇത് ആരംഭത്തിൽ ആകാശവും ഭൂമിയും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് വെളിച്ചമുണ്ടാകുകയാണ്. വെളിച്ചത്തെ പകലെന്നും അതുപോലെ തന്നെ ഇരുളിനെ രാത്രിയെന്നും വിളിച്ചു. എന്നാൽ അതിൻ്റെ 4-ാമത്തെ ദിവസം ഒന്ന് നോക്കിക്കേ, 14-ാമത്തെ വാക്യം. ദൈവം വീണ്ടും അരുളി ചെയ്തു, രാവും പകലും വേർതിരിക്കാൻ ആകാശവിതാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ. അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ. എന്താ അർത്ഥം? 1-ാമത്തെ ദിവസവും 4-ാമത്തെ ദിവസവും തമ്മിലുള്ള ബന്ധം. 1-ാമത്തെ ദിവസം കൊടുത്തിരിക്കുന്നത് പ്രകാശമാണെങ്കിൽ 4-ാമത്തെ ദിവസവും അതേ പ്രകാശത്തിൻ്റെ ഫങ്ഷണൽ ആസ്പെക്റ്റാണ്. അതെന്തിനാണ് പ്രകാശം ഉപയോഗിക്കുന്നത്? ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് ഒരു സാധനത്തെ സൃഷ്ടിക്കുമ്പോൾ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്നതിനെക്കുറിച്ചല്ല, എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ഈ ഭൂമിയിലുള്ള ഓരോ സംഗതികളും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? അതിനു വേണ്ടി. ആകാശം സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി? അല്ലെങ്കിൽ രാവും പകലും വേർതിരിക്കുന്ന ലൈറ്റുകൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി? അത് ഓരോന്നിനും ആവശ്യമായിട്ടുള്ള ഫങ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. 1ഉം 4ഉം ദിവസങ്ങൾ അങ്ങനെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നതെങ്കിൽ 2-ാമത്തെ ദിവസം നോക്കാം. 6-ാമത്തെ വാക്യം. ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടാകട്ടെ, അത് ജലത്തെ 2ആയിട്ട് തിരിക്കട്ടെ. ദൈവം ഒരു വിധാനമുണ്ടാക്കുകയും
അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിതാനത്തിന് അവിടുന്ന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി രണ്ടാം ദിവസം. നോക്കിക്കേ, ഇതിനകത്ത് ഒരു വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുക ഈ ഭൂമി മുഴുവനും. വെള്ളം കൊണ്ട്, ഇതൊക്കെ ഓർത്തോണം, പിന്നീട് വരുന്ന സംഗതിയാണ്. ഈ ഭൂമി മുഴുവനും വെള്ളമായിരുന്നു. ആരംഭത്തിൽ വെള്ളമായിരുന്നു. വെള്ളത്തെ അങ്ങ് വേർതിരിക്കുക. ആകാശത്തും വെള്ളം ഒരു ഭാഗം ആകാശത്തേക്കും രണ്ടാമത്തെ ഭാഗം ഭൂമിയിലേക്കും. അങ്ങനെയാണ് ആകാശവും ഭൂമിയും ഉണ്ടാകുന്നത്. അങ്ങനെ എന്നാൽ അഞ്ചാമത്തെ ദിവസത്തെ നോക്കിക്കേ. അഞ്ചാമത്തെ ദിവസത്തിൽ 20-ാമത്തെ വാക്യത്തിൽ ദൈവം വീണ്ടും അരുളി ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ. വെള്ളം ഉണ്ടായത് എങ്ങനെയെന്നല്ല, മറിച്ച് വെള്ളത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? വെറുതെ വെള്ളം കിടന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. വെള്ളം കിടന്നു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അകത്ത് ജീവജാലങ്ങൾ ഉണ്ടാകണം. പക്ഷികൾ ഭൂമിക്ക് മീതെ പറക്കട്ടെ, ആകാശത്ത് പറക്കട്ടെ. ആകാശത്ത് പറക്കാൻ പക്ഷികളെ വേണം. അങ്ങനെ ദൈവം ഭീമാകാരമായിട്ടുള്ള ജലജന്തുക്കളെയും കടലിൽ പറ്റം ചേർന്ന് നിൽക്കുന്ന സകലവിധ ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു. രണ്ടാമത്തെ ദിവസവും അഞ്ചാമത്തെ ദിവസവും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം. ഈ ബന്ധത്തിലൂടെ ഒരു ഫങ്ഷൻ കൊടുക്കുക. ജലത്തിനൊരു ഫങ്ഷനുണ്ട്, ആകാശത്തിനൊരു ഫങ്ഷനുണ്ട്. ഇതുവഴിയായി ജലത്തിൽ ധാരാളം ജീവജാലങ്ങൾ കടന്നു വരട്ടെ, ആകാശത്തിൽ പക്ഷികളിങ്ങനെ പാറിപ്പറന്ന് നടക്കട്ടെ. ഇതാണ് രണ്ടാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ 1, 4, 2, 5 ഈ ദിവസങ്ങൾ തമ്മിലുള്ള ബന്ധം. എന്നാൽ മൂന്നാമത്തെ ദിവസത്തിലെ നോക്കിയേ. മൂന്നാമത്തെ ദിവസത്തിൽ 9-ാമത്തെ വാക്യം, ആകാശത്തിലേക്കുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ, കര പ്രത്യക്ഷപ്പെടട്ടെ. കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ച് കൂട്ടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു. ദൈവം അരുളി ചെയ്തു, ഭൂമി എല്ലാത്തരം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുകൾ ഉൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ഭൂമി എല്ലാത്തരം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങളോടുകൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. കണ്ടോ, ഭൂമിയെ സൃഷ്ടിക്കുക. മൂന്നാമത്തെ ദിവസം ഭൂമിയിലുള്ള സസ്യലതാദികളെ എല്ലാം സൃഷ്ടിച്ചു. അതിനുശേഷം കർത്താവ് എല്ലാത്തിനെയും അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ 6-ാമത്തെ ദിവസത്തെ നോക്കിക്കേ. 6-ാമത്തെ ദിവസം എന്താ സൃഷ്ടിക്കുന്നത്? ദൈവം അരുളി ചെയ്തു, ഭൂമി 24-ാമത്തെ വാക്യം, ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ എന്നിവയെല്ലാം പുറപ്പെടുവിക്കട്ടെ. മനുഷ്യനെ സൃഷ്ടിച്ചു, ഭൂമിയിലുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചു, ആ ഭൂമിയിൽ സസ്യലതാദികളെ സൃഷ്ടിച്ചു, ജീവജാലങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെ ഭൂമി മുഴുവൻ നിറഞ്ഞു. ഇതാണ് സൃഷ്ടി എന്ന് പറയുന്നത്. പെട്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6 ദിവസം കർത്താവ് സൃഷ്ടിച്ചെന്ന് പറയും. പെട്ടെന്ന് ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 6 ദിവസമല്ല, 3 ദിവസത്തെ സൃഷ്ടിയായിട്ട് ഒരു സൃഷ്ടി മറ്റ് സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ സൃഷ്ടി 5-ാമത്തെ സൃഷ്ടിയുമായിട്ട് ദിവസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 3-ാമത്തെ ദിവസം 6-ാമത്തെ ദിവസമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്രകാരം ഒരു പോയറ്റിക് സ്റ്റൈലിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സൃഷ്ടിയുടെ വിവരണമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്തിനാ കർത്താവ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും സയൻസിൽ പറയുന്നത് എങ്ങനെയാണ്, ഒരു സൃഷ്ടി എങ്ങനെ രൂപപ്പെടുന്നു, അല്ലേ? ഒരു സാധനം എങ്ങനെ രൂപപ്പെടുന്നു, വെള്ളം എങ്ങനെ രൂപപ്പെടുന്നു, H2O അല്ലേ, 2 ഹൈഡ്രജൻ്റെ തന്മാത്രയും ഒരു ഓക്സിജൻ്റെ തന്മാത്രയും കൂടെ ചേരുമ്പോൾ വെള്ളം കടന്നു വരുന്നു. പക്ഷേ സയൻസിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഹൈഡ്രജൻ എങ്ങനെ ഉണ്ടാകുന്നു, നൈട്രജൻ എങ്ങനെ ഉണ്ടാകുന്നു, ഒരു ബോംബ് എങ്ങനെ ഉണ്ടാകുന്നു, ഇതെല്ലാമാണ് സയൻസിൻ്റെ രൂപീകരണത്തിൽ സയൻസ് പറയുന്നതെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് അതെങ്ങനെ ഉണ്ടായി എന്നല്ല, മറിച്ച് അതിൻ്റെ ലക്ഷ്യം എന്താണ്. ആ ലക്ഷ്യമാണ് പ്രധാനമായിട്ടും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പോയട്രിയാണ്. പോയട്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതൊരു പാരലിസമുണ്ട്. പാരലൽ സ്ട്രക്ചറിലാണ് പോയട്രി കടന്നു വന്നിരിക്കുക. അതുകൊണ്ട് ഈ പാരലിസമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെത്തഡോളജി എന്ന് പറയുക.
അപ്പം 6 ദിവസം എന്ന് പറയുന്നത് 1 4 2 5 3 6 തമ്മിലുള്ള ആ പാരലൽ സ്ട്രക്ചറിലാണ് ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ പുസ്തകത്തിന് ഈ ഒരു സൃഷ്ടിയുടെ വിവരണത്തിന് പല രീതിയിലുള്ള പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രത്യേകതകളെയാണ് നമുക്കിനി അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത്. അപ്പം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ സൃഷ്ടിയുടെ വിവരണം നമ്മൾ നോക്കുമ്പോൾ ആ സൃഷ്ടിയുടെ വിവരണത്തിലൂടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വിശ്വാസ സംഹിതയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ദൈവം മനുഷ്യനെ അല്ലെങ്കിൽ ജനത്തെ, ഇസ്രായേൽ എന്ന് പറയുന്ന സമൂഹത്തെ ദൈവം എങ്ങനെ രൂപപ്പെടുത്തി, ആ ഇസ്രായേലിന് എല്ലാ മനുഷ്യരുടെയും പ്രതീകമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് വിശുദ്ധ ഗ്രന്ഥം എഴുതുന്ന വ്യക്തി അതിൻ്റെ ഈ ഇസ്രായേൽ ഞങ്ങളെ എന്തിനാണ് കർത്താവ് രൂപപ്പെടുത്തിയിരിക്കുന്നത്, കർത്താവ് എങ്ങനെ ഞങ്ങളെ സൃഷ്ടിച്ചു, ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിചിന്തനം, വിശ്വാസത്തിൻ്റെ വിചിന്തനമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ സൃഷ്ടിയുടെ വിവരണത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗം വായിക്കുമ്പോൾ ഈ ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വായിക്കുകയാണെങ്കിൽ അത് കൂടുതലായിട്ട് നമുക്ക് ഉപകാരപ്രദമാകും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി. ജീവൻ നൽകും വചനം. ജ്ഞാനം നൽകും വചനം.